അപ്പൊ വെറുതെ ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. അതെ, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. ജസ്റ്റ് വിസിറ്റ്, അത്രേ ഉള്ളൂ. ആളുകളോടൊക്കെ പൈസ പൈസ എനിക്കൊരു കൊച്ചാശമുണ്ട്. അത് എന്നോട് ഫോളോവർന്ന് പറയേണ്ട കാര്യം എന്താണ്? പിന്നെ റിലേഷൻ പോകാനെടുത്തോട്ടെ പോയി ഒന്ന് പോയിക്കൂടെ? പിന്നെ ഞാൻ ഇളക്കുട്ടിയല്ലേ നോക്കി നിൽക്കാനായിട്ട്. ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇത് 80% പേർക്കുള്ള അസുഖമാണ് പൈസ. ഇത് നിങ്ങളെ ഇന്ന് വിഷയമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് പാരമ്പര്യ അസുഖമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെയുണ്ടോ? എനിക്ക് അച്ഛനൊക്കെ ഇല്ല. വിത്തിട്ട് മുളച്ചോന്നാണ്. അല്ല, എന്റെ പേപ്പറൊക്കെ വെട്ടിയെടുത്തത്. ഇത് ഇത്ര പ്രശ്നമുള്ള അസുഖമല്ല. എന്താണ് വിഷയം? ഇങ്ങനെ ടെൻഷൻ ആയിരുന്നു. ഞാനൊരു ബിസിനസ് മാനാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലേ എനിക്ക് പൈസ ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നീ പെൺപിള്ളേ തുടങ്ങണം. ഒന്നും പറയണ്ട, ഭയങ്കര ശല്യമാണ് അവിടെ. എന്റെ ഭാര്യ ഒരു പ്രശ്നമില്ല, ഒരു ശല്യമില്ല അവിടെ. എനിക്ക് എന്നിട്ട് എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളുന്ന ഒരാളെ കണ്ടപ്പോ അയാളോടെ പോയി. ഞാനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെല്ലേ? ഭാഗ്യവാനെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ മാറിയുമില്ല, വേറൊരുത്തന്റെ കൂടെ പോയുമില്ല. ഭയങ്കര ശല്യമാണ്. പെട്ടെന്നാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. അപ്പൊ ഡോക്ടർ പറയാൻ ഈ 10 മിനിറ്റ് എടുക്കും. എന്താ ചെയ്യാം? നിൻസി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. നീ ആയിട്ട് വന്നോ പോയി. അതെ അതെ അതെ, ഞാൻ കട്ടിയാവുന്നതാ. ഫോൺ പെട്ടെന്ന് കട്ടായി. ഞാൻ വേറൊരു ഡീലിന് വേണ്ടിട്ട് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? ഈ ഡോക്ടറാണെന്നറിയാം, പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടുത്തെ ഡോക്ടറാ? അതെല്ലേ? ദൈവമേ, സ്കൂളിൽ പഠിച്ചപ്പോ നമ്മളെന്തൊരു പ്രേമമായിരുന്നടാ. ഓർമ്മയുണ്ട? ഓർമ്മയുണ്ടാന്ന് മറക്കാൻ പറ്റും. നീ ഞാൻ പറ്റപ്പെടട്ടെ, ഇപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എന്താ പറയാ, നാട്ടിലുണ്ടാ നോക്കിയത്. ദൈവമേ, അന്ന് എത്ര നാള് നീ എന്റെ പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നു. കാത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരാൻ. അതെ അതെ, മണിയുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വരുമായിരുന്നു. നിനക്ക് മണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നത്? ഏത് മണിയൻ? സംശയമുണ്ടായിരുന്നു. ഏത് മണിയായിരുന്നു? മണിയൻ കേസ്. അവന്റെ ശബ്ദം കേട്ട് നീ ഓടി വരുന്നു. മണിയും മണി ബെല്ലടിക്കുമ്പോഴേക്ക് ഞാൻ ഓടി വരുമായിരുന്നു നിന്നെ കാണാനായിട്ട്. എനിക്ക് ലവ് ലെറ്റർ തരാൻ വേണ്ടി ഞാനൊരു വരവ് വന്നപ്പോ ടീച്ചറിന്റെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ മലയാള ടീച്ചർ പിടിച്ചതല്ലേ, ഉഷ ടീച്ചർ. എന്റെ പൊന്നെ, എന്നിട്ട് ആ ടീച്ചർ തന്നെ എന്തോരം തല്ലിയല്ലേ. പോയിട്ടില്ല. ശരിക്കും പറഞ്ഞ ആ ടീച്ചർ നിന്നോട് ഇത്തിരി കുശുമ്പായിരുന്നു. കുശുമ്പോട്ടൊന്നുമല്ല, ടീച്ചർ ആ ലവ് ലെറ്റർ വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തിനാണോ നിന്നെയൊക്കെ മലയാളം പഠിക്കുന്നത്. അയ്യോ, എന്റെ ഇതിനെ കാണാൻ പറ്റിയത്. എന്തായാലും ഞാൻ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായില്ല, എനിക്ക് സന്തോഷം. ശരി, നീ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായി, എന്റെ പുറകെ നടന്ന നീ എന്തായി? ഒന്നും ആയില്ല. അല്ല, അങ്ങനെയല്ല, ഡോക്ടർ വക്കീൽ അങ്ങനെ ഒന്നും ആയില്ല. ഞാനിപ്പോ വലിയൊരു ബിസിനസ് ആയല്ലോ. അല്ല, നീ ഇപ്പൊ എന്താ വന്നേന്ന് പറഞ്ഞത്? എടീ, ഞാൻ നീ ഭർത്താവിനോട് പറയണ്ട, ഞാനീ ഹോസ്പിറ്റലില് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മീറ്റിംഗ് എടുക്കാനായിട്ട് അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്റെ ദൈവമേ, നീ എങ്ങാണ്ട് ഈ ഹോസ്പിറ്റലിൽ വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ. കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ മുതലാളിയായിരിക്കും, പക്ഷെ ഞാൻ നിന്നെ മുതലാളി തൊഴിലാളിന്നൊന്നും വിളിക്കൂല. ഞാൻ ദീപക്കേട്ട് വിളിക്കും. നീ എന്നെ ദീപക്കേട്ട് വിളിച്ചാൽ മതി, നിന്റെ പഴയ ദീപക്ക് തന്നെയാണ് ഞാൻ. കേട്ടിട്ടാ, ഞാനൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാവില്ല? മീറ്റിംഗ് ആണല്ലോ. ശരി ശരി. പരിപാടി അതെ, ഇപ്പൊ പോയ ഡോക്ടർ എന്തിന്റെ ഡോക്ടർ? ഇവിടുത്തെ ഡോക്ടർ. അതെന്തിന്റെ ഡോക്ടറാ? പൈസന്റെ മെയിൻ ഡോക്ടറാണ്. ഈ ഡോക്ടർ വന്നേ പിന്നാണ് പൈസക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ കയറി ഇറക്കാൻ പറ്റുന്നത്. എന്റെ അസുഖമൊക്കെ പൈസക്ക് പുള്ളിക്കാരിയാണോ നോക്കണത്? അവരാണ് നോക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പൂ പറിക്കുന്ന ലാഭത്തോടെ പുള്ളിക്കാരി സമ്മതിക്കില്ല. അതിൽ ഒരു പ്രശ്നമില്ല. അവര് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടറാണ്. ഇത് ശരിയാവൂല.
പുള്ളി ബിസിനസ്സുകാരനല്ലേ? അത്ര ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിൽ വിലയൊക്കെ പറഞ്ഞത്. എന്താണെന്നറിയാമോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല അത്. അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ചതാണ് ഗ്ലാസ്. അതെ, 3 കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ പണ്ടെടുത്ത് കൊണ്ട് ചെയ്തില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 3 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് ലോട്ടറി കച്ചവടത്തിന് പറഞ്ഞ അതെ, ഒരു പേഷ്യന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേഷ്യന്റ് നോക്കാം. പെട്ടെന്ന് വിളിക്കും. എനിക്ക് അയാളെ കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ചേട്ടാ ഒന്ന് വന്നി ഡോക്ടർ വന്നു. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. നീ ഇന്നലെ ക്ലൈന്റിനെ കണ്ടില്ലേ? ആ ക്ലൈന്റ് മിക്കവാറും കട്ടായി പോകുന്നോ? ആണോ? ഇവിടെ വിളിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? വിളിക്കുവാണ്. എന്റെ കെട്ടിയവനാണ് ഡോക്ടർ. ഇത് ദീപക്, നിനക്കാണോ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്നോ? എന്റെ ഡോക്ടർ ആണ്. നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു പ്രശ്നമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എനിക്കൊരു കുഴപ്പമില്ല. നീ MBBS കാണാൻ വേണ്ടിട്ടാണോ? കാരണം ശരിയാവില്ല. നീ ഒന്ന് കയറി കിടന്ന ഞാൻ ഒരിക്കലും